10ാം ക്ലാസ്സുകാരനായ ശ്രീവർദ്ധൻ ഇത് രണ്ടാം ജന്മമാണ്. 2021 നവംബർ 22-നാണ് കഷ്ടിച്ച് രക്ഷപ്പെട്ട നടുക്കുന്ന സംഭവം. ധർമ്മടം പാലയാടുള്ള വീടിന് സമീപം കൂട്ടുകാർക്കൊപ്പം ക്രിക്കറ്റ് കളിക്കുകയായിരുന്നു. പെട്ടെന്നാണ് സമീപത്തു നിന്നും സ്ഫോടനമുണ്ടായത്. ഉച്ച ചോറുന്നാൻ പോകുന്നതിന് മുമ്പ് നമ്മൾ കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു ബോൾ മതിലിൻ്റെ അപ്പുറം പോയി, ഒരു ഹോസ്റ്റലിൻ്റെ മതിലിൻ്റെ ഒപ്പം അതെടുക്കാൻ പോയത്. അതെടുക്കാൻ പോയപ്പോൾ ഒരു 3 ബോൾ കിട്ടി എക്സ്ട്രാ. പിള്ളേർ എടുത്തിട്ട് വന്നത് ചെക്ക് എടുത്തിട്ട് വന്നിട്ട് അടുത്ത് എറിഞ്ഞ് കളിക്കുന്നതിന് മുകളിലോട്ടേക്ക്. ഞാൻ ആ മരത്തിൻ്റെ അവിടെ ഇങ്ങനെ നിൽക്കുന്നതിന് എറിഞ്ഞപ്പോൾ ഒന്ന് മുകളിലോട്ട് എറിഞ്ഞു. അത് എൻ്റെ മേത്ത് വന്ന് സൈഡിൽ വന്ന് വീണ് അപ്പം പൊട്ടി. ഒന്ന് ഇവളെ കയ്യിലും കൊടുത്തു, എൻ്റെ അനിയത്തിൻ്റെ കയ്യിൽ കൊടുത്തതിന്. പൊട്ടിയപ്പോൾ എനിക്കൊന്നും മനസ്സിലായില്ല. ആദ്യം എന്തെല്ലോ വില ഇപ്പോൾ പൊട്ടി. അങ്ങനെ എൻ്റെ മേലിലും എന്തെല്ലോ പൊള്ളുന്ന പോലെ. ഗുരുതരമായി പരിക്കേറ്റ ശ്രീവർദ്ധന് ദിവസങ്ങളോളം ആശുപത്രിയിൽ കഴിയേണ്ടി വന്നു. ശ്രീവർദ്ധന്റെ മാതാപിതാക്കൾക്കും ഭയപ്പെടുത്തുന്ന ഓർമ്മയാണത്. അങ്ങനെ ആലോചിക്കും, എൻ്റെ മോളെ കയ്യിൽ പറഞ്ഞുണ്ട് ഇത് പൊട്ടുമ്പോൾ ഈ മോള് അപ്പോൾ അതെടുത്തൊരു എറിഞ്ഞിട്ട് ഓടിക്കാനല്ലേ ഇവളെ കയ്യിലൊന്നും ഉണ്ടായിരുന്നു. ഇവളെടുത്ത് ഓരോ എറിഞ്ഞിട്ട് ഓടിയത്. ഒന്നിൻ്റെ പൊട്ടലിൻ്റെ പവർ കൊണ്ട് മറ്റൊന്നും പൊട്ടാലോ. അപ്പോൾ ഇവനും മറ്റേ ചെക്കനും കയ്യിലുള്ളതും എടുത്ത് എറിഞ്ഞിട്ട് രണ്ടാൾ അങ്ങോട്ട് പൊട്ടു. പക്ഷേ പൊട്ടിയത് ഇവനവിടെ നിന്നുകൊണ്ട് ഇവൻ്റെ മേത്തെല്ലാം ചെറിയ മോളല്ലേ, അത്രയും 3ാം ക്ലാസ്സിൽ പഠിക്കുന്ന, അവൻ 7ാം ക്ലാസ്സിൽ പഠിക്കുന്നു. ധൈര്യത്തിലിപ്പോൾ നമുക്കൊരു സ്ഥലത്ത് പോയിട്ട് എന്തെങ്കിലും എടുക്കാൻ പറ്റില്ല. ഇത് ശരിക്കും നല്ല രസമുള്ള ബോളാണ് കേട്ടോ. നമ്മൾ ഐസ്ക്രീം ബോളല്ല, അത് ഇപ്പോൾ പ്ലാസ്റ്റിക്കിൻ്റെ ബോൾ വാങ്ങിക്കാൻ കിട്ടില്ലേ, ആ ടൈപ്പ് ഒരു സാധനമാണ്, റബ്ബർ പോലത്തെ. അപ്പോൾ അത് കണ്ടാൽ എന്തായാലും അല്ല. അപ്പോൾ ഇവള് നല്ല ബോൾ എനിക്ക് എന്ന് പറഞ്ഞിട്ട് അത് ഏറ്റവും നല്ലത് ഇവള് നല്ല കളർ ഇവളെടുത്ത് തെറിഞ്ഞ് കളിക്കുന്നു. മറ്റവൻ്റെ 2 എടുത്തിട്ട് മോള് അവൻ്റെ ഒരു സ്വഭാവം വെച്ചിട്ട് അവൻ എന്ത് ഇട്ട് ബോൾ കിട്ടിയാലും ആ അലമാരയെ കൊണ്ടുപോകും. ഇതെന്തോ കൊണ്ടുവച്ചില്ല, ഉണ്ടെങ്കിൽ അതിൻ്റെ ഉള്ളതായിരിക്കും പൊട്ടലുണ്ടാവുക. ശരിക്കും ആ കുട്ടിക്കായിരുന്നു പരിക്ക് പറ്റേണ്ടത്. കാരണം ഒരു കയ്യിൽ 2 ബോംബ് വെച്ചിട്ടാണ് അവനിങ്ങനെ കളിച്ചുകൊണ്ടത്. ശരിക്കും അത് പോട്ടിന് ആ കുട്ടി ഉണ്ടാവില്ലല്ലോ. കുട്ടികളെ പുറത്ത് കളിക്കാൻ വിടാൻ പോലും ഭയമാണ് രക്ഷിതാക്കൾക്ക്. ഒഴിഞ്ഞ പറമ്പുകളിലോ കുറ്റിക്കാടുകൾക്കിടയിലോ മതിലിന് സമീപത്തായോ ബോംബുകൾ ഒളിപ്പിച്ചു വെച്ചിരിക്കാം. ഭയത്തോടെ ജീവിക്കേണ്ട നാടായി കണ്ണൂരിനെ മാറ്റിയതാര്? രാഷ്ട്രീയ പാർട്ടികൾ തന്നെ. അന്നന്ന് ജോലിയെടുത്ത് കുടുംബം പോറ്റുന്ന പ്രദീപന് ശ്രീവർദ്ധന്റെ ചികിത്സയ്ക്കായി ധാരാളം പണം ചിലവായി. ആരും തന്നെ സഹായിക്കാനും ഉണ്ടായിരുന്നില്ല. ബോംബ് നിർമ്മിക്കുന്ന രാഷ്ട്രീയ പാർട്ടികൾ നിരപരാധികളുടെ ജീവനും സമാധാനം പറയണം. മാതൃഭൂമി ന്യൂസ്, കണ്ണൂർ.